ഹലോ. ഇപ്പോൾ പേളി മാണിയാണല്ലോ സംസാര വിഷയം. അതായത് പേളി മാണി എല്ലാവരെയും ബ്ലോക്ക് ചെയ്യുന്നു, നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു, അതാണല്ലോ വിഷയം. അപ്പോൾ പേളി മാണിയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് 2022 കാലഘട്ടത്തിൽ അന്ന് ബിഗ് ബോസ് സീസൺ 4 നല്ല കത്തി നിൽക്കുന്ന സമയമായിരുന്നു. ദിൽഷ ആൻഡ് റോബിൻ ഇവരുടെ ഒരു കോംബോ നല്ല രീതിക്ക് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ദിൽഷയും പേളിയും മുന്നേ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. D4 ഡാൻസിൻ്റെ ഒക്കെ ആ ടൈമിൽ തൊട്ട് അവരുടെ പരിചയമാണ്. അപ്പോൾ ഇവരുടെ ഈ കോംബോ ഇങ്ങനെ വൈറലായി തുടങ്ങിയപ്പോൾ ഇവൾ എന്തോ, അതായത് പേളി മാണി ദിൽഷയെ അൺഫോളോ ചെയ്തു. അന്നത് ചെറിയ വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവർക്ക് ഒരു മെസ്സേജ്, എന്തിനാണ് ഇത് അൺഫോളോ ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയച്ചു. അൺഫോളോ ചെയ്തോ, എന്താ കാര്യം ചോദിച്ചിട്ട്. നോക്കുമ്പോൾ പിറ്റേ ദിവസം പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ആൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എനിക്കൊന്നും കാണാനില്ല പ്രൊഫൈലിൽ ആളുടെ. സംതിങ് വെൻ റോങ് അങ്ങനെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഞാനിത് ഫ്രണ്ട്സിനോട് പോയി പറയാം, എന്നെ പേളിമാണി ബ്ലോക്ക് ചെയ്തു. കാരണം എനിക്ക് പേളിമാണിയുടെ പ്രൊഫൈൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പോയി ഞാൻ ഫ്രണ്ട്സിനോട് ഭയങ്കര കാര്യത്തിൽ എന്നെ പേളിമാണി ബ്ലോക്ക് ചെയ്തു. പക്ഷെ അതായത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ ഒരു കമൻ്റ് ആൾ കാണുന്നോ, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അത് കണ്ട് അത് ഡിലീറ്റ് ചെയ്യുന്നോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി, എന്നെ പേളി മാണി ബ്ലോക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിൽ. ഇത്രയും വലിയൊരു സെലിബ്രിറ്റി, അതായത് 5 മില്യൺ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സുള്ള ആൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സംഭവം. ആ ഒരു കാര്യം എനിക്കിവിടെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പറഞ്ഞു.